മൂടൽ മഞ്ഞിലൊരു പെൺകുട്ടി. രചന ബേബി കാർത്തിക. ശബ്ദം നൽകിയത് സിജിൻ മഞ്ഞക്കുന്നിൽ. മൂടൽ മഞ്ഞിലൊരു പെൺകുട്ടി. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ കുന്നിൻ മുകളിലെ പുൽമേടുകളിൽ സ്വർണ്ണ നിറം ചാർത്തുമ്പോൾ ദൂരെ നിന്നും ഒഴുകി വരുന്ന മൂടൽ മഞ്ഞ് പുഴ പോലെ ഒഴുകി നീങ്ങുന്നു. അങ്ങകലെ കുന്നിൻ മുകളിൽ മൂടൽ മഞ്ഞ് മൂടിക്കിടക്കുന്നു. അതിനിടയിൽ ഒരു പെൺകുട്ടിയുടെ രൂപം പോലെ തോന്നിക്കുന്നു. അവൾ എന്തിനായിരിക്കാം ഈ മലമുകളിൽ വന്നത്? അവിടെയുണ്ടായിരുന്ന ആട്ടിടയൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അവളുടെ അടുത്തെത്തി. ഏകദേശം 14 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന സുന്ദരിയായ വെളുത്തിടതൂർന്ന മുടിയുള്ള സുന്ദരിക്കുട്ടി. ആര് കണ്ടാലും നോക്കിപ്പോകും. മോളെ, നീ എന്തിനാണ് ഈ തണുപ്പത്ത് ഇവിടെ നിൽക്കുന്നത്? രാത്രിയാകാറായി. എല്ലാവരും അവരവരുടെ വീടുകളിൽ കയറുന്ന സമയം. ഞാനും പോകുന്നു. എന്താ വിളിച്ചത്? മോളെന്നോ? ആരുടെ മോള്? എന്നെ ഒരിക്കലും അങ്ങനെ വിളിക്കരുത്. ഞാൻ നിങ്ങളുടെ മകളല്ല. എനിക്ക് മോളുടെ പേരറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഏകദേശം 50 വയസ്സ് പ്രായമുണ്ടാവും അദ്ദേഹത്തിന്. അയാൾ എന്നും ആ മലമുകളിൽ തന്നെ ആടിനെയും കൊണ്ട് പോകുമായിരുന്നു. താഴെ ഒരു കുടിലിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. ഇതുവരെ ആരും അങ്ങനെ നിൽക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അവൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചതേയില്ല. മുന്നോട്ട് നടന്നുപോയി. മോളെ മോളെ, അങ്ങോട്ട് പോകരുത്. അവിടെ വലിയ കുഴിയാണ്. വീണു പോയാൽ തിരിച്ചു കയറാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ മകളല്ല എന്ന് പറഞ്ഞല്ലോ. എൻ്റെ പിറകെ വരരുത്. എന്നെ വിളിക്കരുത്. നിങ്ങൾ ഇനി എൻ്റെ പിറകെ വന്നാൽ ഞാനിവിടുന്ന് ചാടും. എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാനോ? ഞാനോ? ഒരിക്കലുമില്ല. ഈ പ്രായത്തിൽ എനിക്കും ഒരു മകളുണ്ട്. നീ എൻ്റെ കൂടെ വരൂ. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആടുകളുണ്ടായിരുന്നു. അതൊക്കെ കരയാൻ തുടങ്ങി. അതിൻ്റെ കരച്ചിലൊന്നും അവൾ ശ്രദ്ധിച്ചതേയില്ല. അവൾ വീണ്ടും വീണ്ടും മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നു. അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മകൾ നടന്നു പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെയാണ് അവൾ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അദ്ദേഹത്തിന് ആ വഴിയൊക്കെ സുപരിചിതമാണ്. അയാൾ മറ്റൊരു വഴിയിലൂടെ നടന്നു നീങ്ങി. അയാളുടെ കണ്ണുകളിൽ അവൾ തന്നെയായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ മുന്നോട്ട് നടന്നു നീങ്ങി. അവിടെ ഇരുന്നു കൊണ്ട് മലമുകളിൽ എന്നെ ആരും കാണുന്നില്ല എന്ന് അവൾ ഉറപ്പിച്ചു. ഉറക്കെ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് അയാൾ ഉറപ്പിച്ചു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ആ ഒരു നിമിഷം കൊണ്ട് അയാൾ അവളെ ചുറ്റിപ്പിടിച്ച് പുറകിലേക്ക് വീണു. മോളെ, ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. അയ്യോ, നിങ്ങളെന്നെ തൊട്ടോ? എന്നെ പിടിക്കരുത്. എന്നെ വെറുതെ വിടൂ. എനിക്ക് മരിക്കണം. എനിക്ക് ആരെയും വിശ്വാസമില്ല. എനിക്ക് എവിടെയും പോകണ്ട. എനിക്ക് മരിക്കണം. ഞാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്തെത്തിക്കാം. അവർ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും നിന്നെ കാണാതെ. എന്താ നിങ്ങൾ പറഞ്ഞത്? വിഷമം? അവർക്കോ? അച്ഛനോ? എനിക്കോ? എനിക്കങ്ങനെ ഒരു അച്ഛനില്ല. മോളിപ്പോൾ ഒന്നും പറയണ്ട. എൻ്റെ കൂടെ വരൂ. എവിടേക്ക്? എൻ്റെ വീട്ടിലേക്ക്. ഇല്ല, ഞാൻ വരില്ല. പിന്നെ ഇവിടെ നിൽക്കാനോ? ഞാൻ സമ്മതിക്കില്ല. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ല. നിന്നെ പോലെ ഒരു മകളുണ്ട്. അവൾ അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ അയാളുടെ പുറകെ നടന്നു. കൂടെ കുറേ ആടുകളും. അയാളൊന്നും ചോദിച്ചില്ല. താഴെയാണ് നമ്മുടെ വീട്. അത്രമാത്രം അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വീടോ? ഓ അല്ല, എൻ്റെ വീട്. അവിടേക്ക് പോവാ. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. മോൾ ഇതുപോലുള്ള വഴിയിലൊന്നും നടന്നു കാണില്ല. അവളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറകെ പോയി. താഴെ ചെറിയൊരു കുടിൽ. മോളെ, ഒന്ന് വാതിൽ തുറക്കൂ. ഇതാരാ വന്നതെന്ന് നോക്കിക്കേ. വിളി കേട്ട ഉടനെ അകത്തുനിന്നും ഏകദേശം 17 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വാതിൽ തുറന്നു. ഇതാരാ അച്ഛാ? ഇതുവരെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. നിന്റെ അനുജത്തിയാണെന്ന് കരുതി അകത്തേക്ക് കൊണ്ടുപോകൂ. അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഒരാളെ കിട്ടിയപ്പോൾ അവൾ വളരെ സന്തോഷിച്ചു. അച്ഛൻ പോയാൽ അവൾ എന്നും ഒറ്റയ്ക്കായിരുന്നു. മുത്തുമണി എന്നാണ് അവളുടെ പേര്. അച്ഛാ, ഇവളുടെ പേരെന്താണ്? അറിയില്ല മോളെ. അവളൊന്നും പറഞ്ഞില്ല. നീ മെല്ലെ അവളോട് ചോദിച്ചു മനസ്സിലാക്കൂ.
ഇപ്പോൾ ചോദിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല കുട്ടി. മുത്തുമണി പല പ്രാവശ്യം അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാത്തിനും തലയാട്ടിയതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല. നീ പേരെങ്കിലും ഒന്ന് പറയാമോ? നിന്റെ ചേച്ചിയാണ് ചോദിക്കുന്നത്. പേരിൽ എന്തിരിക്കുന്നു ചേച്ചി? എൻ്റെ പേര് പോലും ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചേച്ചിക്ക് എന്തു പേര് വേണമെങ്കിലും ഇടാം. ഞാൻ നിന്നെ പൊന്നു എന്ന് വിളിക്കട്ടെ? അതിനെന്താ, വിളിച്ചോളൂ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. പൊന്നു അവിടുത്തെ അച്ഛൻ്റെയും മകളുടെയും സ്നേഹം മനസ്സിലാക്കി. ഇതാണ് യഥാർത്ഥ അച്ഛൻ. എനിക്കാണെങ്കിൽ അച്ഛൻ എന്ന വാക്കിനോട് അറപ്പാണ്. സ്നേഹം ഭാവിച്ച് എന്നെ നശിപ്പിച്ച ചെകുത്താൻ. ഒന്നുമറിയാത്ത പ്രായത്തിൽ ആ ചെകുത്താൻ ക്രൂരമായ മുഖവും ചൂരൽ വടി കൊണ്ടുള്ള അടിയും കള്ളിൻ്റെ മണവും അതൊക്കെയായിരുന്നു അവൾക്ക് അച്ഛൻ. എന്നാൽ ഇവിടെ അച്ഛൻ്റെയും മകളുടെയും സ്നേഹം കാണുമ്പോൾ അച്ഛൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുള്ളതുപോലെ ഇപ്പോൾ എനിക്കും ഒരു അച്ഛനെ കിട്ടി. ജനിപ്പിച്ചതുകൊണ്ട് ഒരാൾ അച്ഛനാകുന്നില്ലല്ലോ. ഇതാണ് എൻ്റെ അച്ഛൻ. അവളുടെ മനസ്സിൻ്റെ എല്ലാ നൊമ്പരങ്ങളും ചേച്ചിയും അച്ഛനുമായും സംസാരിച്ചു. ചേച്ചിയും അനിയത്തിയും നല്ല കൂട്ടായതുപോലെ ഇദ്ദേഹത്തിന് തോന്നി. അവൾ ഉറങ്ങുന്നതും നോക്കി അയാളിരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് കരയാൻ തുടങ്ങി. മോളെ, എന്തിനാ കരയുന്നത്? അവൾ എഴുന്നേറ്റിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, എന്നെ ആർക്കും വിട്ടുകൊടുക്കരുത്. ഉറക്കത്തിൽ സംസാരവും കരച്ചിലും കേട്ട ചേച്ചിയും ഉണർന്നു. എന്തിനാണ് പൊന്നു നിനക്ക് പറ്റിയത്? ചേച്ചി, എനിക്ക് അച്ഛൻ്റെ മോളായി ഇവിടെ കഴിഞ്ഞാൽ മതി. ചേച്ചിയുടെ അനിയത്തിയായി. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു. കുഞ്ഞുനാളിൽ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പൊന്നുമോളാണ് ഇതെന്ന് തോന്നിപ്പോയി. ആ അച്ഛനും മകൾക്കും. ഒരിക്കലുമില്ല, നീ എൻ്റെ സ്വന്തം മോളാണ്, ഇവളുടെ സ്വന്തം അനുജത്തി.